ഹായ് എവരിവൺ. അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പുതിയ വ്ളോഗല്ല, ആദ്യത്തെ വ്ളോഗിനാണ്. അതിൻ്റെ ബാക്കിയാണ്. ഒരുപാട് സമയം എടുത്തപ്പോൾ എന്ത് നമ്മൾ 2 വ്ളോഗ്സ് ആക്കി പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച്. നമ്മളിപ്പോൾ പെറ്റ് സ്റ്റേഷൻ്റെ ഏകദേശം നമ്മൾ പകുതി ഭാഗം കവർ ചെയ്യുന്നില്ല, പകുതി കവർ ചെയ്തു. ഇനി ഇങ്ങനെ നമുക്ക് ഈ ലൈവായിട്ടുള്ള ആനിമൽസിൻ്റെ പരിപാടിയൊന്നുമില്ല. ഇനി ഇങ്ങനെ ജസ്റ്റ് കണ്ടു പോകാനുള്ള സെഷനാണുള്ളത്. 2-3 ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഗോൾഡൻ ഫിഷിന് തീറ്റ കൊടുക്കല് കേട്ടോ. കോയിക്കാർപ്പ്. എന്താ ഇതിൻ്റെ പേരെന്താ? കോയിക്കാർപ്പ്. പിടിച്ചിങ്ങനെ വെക്കല്ലേ? ആ ഓക്കെ, ഇത്ര മതി. അസിമെന്നട്ടോ പേടിയാണ് റബ്ബേ. അസീബ് ഇങ്ങോട്ട് വെച്ച അങ്ങനെ വെച്ച അത് പേടിയാണ്. പേടിയാണ്. എനിക്ക് പേടിയാണ്. പല്ലില്ല, കൈ വലിക്കല്ല. അവന് ഉള്ളിലാ പോയില്ലെങ്കിൽ കറക്റ്റിന്റെ പൈസ. ഓക്കെ, അല്ല സീനിട്ടത് ആ സീൻ ഈ ലെവലിൽ പിടിച്ചിട്ടുണ്ട്. അടുത്തതായി ആഫി. അങ്ങനെ വെക്ക്. എന്താ മെല്ലെ മെല്ലെ കൊടുക്ക്. മീനെ പുറത്തേക്ക് എടുക്കല്ലേ? തീറ്റ കൊടുക്ക്. തീറ്റ അല്ലാതെ പിടിച്ചിക്കണ്. അതിനാരും വരാത്തല്ലേ? അജുവതേ വന്ദേ മാതരം പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിക്കണ്. ഇതിന് തീറ്റ വേണം. കുറച്ച് ആസിഫ് അതിനെ കിട്ടണ്ട, അതിനെ കിട്ടണ്ട വെച്ചോ. അല്ലാ ഞാൻ തരാം കാട്ട്. ആട്ടെ, ആ തീറ്റയും കൊണ്ട് പോവാ ടാഫി. ആ എന്നാ ഹനാൻ കാണാ കൈയെടുക്ക് അത് അഫി സഫ്വാൻ. ഓക്കെ, ഒന്നല്ലേ? ഇതിനെന്താ സംഭവം? ഇതെന്താ മൊയല് പോലെ തരിക? ആഫി കറിക്കോളൂ. അടിച്ചല്ലേ ആഫി കറിക്കോ. ഇപ്പം കറിക്കോളൂ. കടിക്കൂലെന്ന് എനിക്കും അറിയാം. പിന്നെന്താ അറിയാം? കറിക്കോ. ഇതാ പിഞ്ചു ബാലന്റെ അത്ഭുത പ്രകടനം. ഷോർട്സ് എടുത്തെടുക്കാൻ ഇതാ ഞാൻ വരാം. ഇതിന്റെ വലിപ്പം നോക്ക്, ഇതിന്റെ വലിപ്പം നോക്ക്. കേറിയതാ മൂത്തേ. ഇത് കടി മറ്റതൊക്കെ ഒന്ന് വായിലുണ്ടാക്കി മറ്റേ കൈ
ആ മാറിക്ക് വാതിലോർക്ക് ഇനി എന്താണെന്നറിയില്ല. എനിക്ക് ഇത്ര ഇഷ്ടമല്ല അത് അങ്ങനെ. അത് പിന്നെ അന്നെടുത്തിട്ടാലോ നൂറ. അസീബ് ക്യാമറക്ക് പുറകിൽ നമ്മളെ സഹായിക്കുന്നത് നാട്ടിൽ നിന്നും വന്ന അസീബ് അവർകളാണ്. അഫി എല്ലാത്തിനും തീറ്റ കൊടുത്തിട്ടോ, ഓരോന്നിന്റെ സൈസ് നോക്ക്. അഫി എല്ലാവർക്കും തീറ്റ കൊടുത്തിട്ടോ. വടച്ചാനെ മുത്തശ്ശിക്കും അമ്മക്കും പേരക്കുട്ടികൾക്കും ഇളയമക്കൾക്കും എല്ലാത്തിനും കൊടുത്തു. അതിന് ഒഴിഞ്ഞു കൊടുക്കണമുണ്ട്. വല്ലാത്തൊരു അനിമൽ പ്രേമി തന്നെ. കാക്കൻ്റെ അന്തം വിട്ടു. ഇവനൊക്കെ ഇവിടെ പണ്ടേ പണിക്കെടുത്തണ്ടേ എന്നാണ് കാക്ക മനസ്സിൽ വിചാരിക്കുന്നത്. എന്ത് നല്ല കുട്ടി, ഇവിടെ പണിക്ക് വെക്കാൻ പറ്റിയൊരു ചെക്കൻ. അനിക്കാക്കോ ബോസ് എന്തോ ചിന്താവിഷ്ടനായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പറക്കും അണ്ണാനെ നെഞ്ചത്ത് പൂത്തിക്കൊണ്ടുപോകാൻ പോവാട്ടോ. അമ്മേ ആ ഷർട്ടിൻ്റെ ഉള്ളിൽ കൊക്കട ഷർട്ടിനുള്ളിൽ കയറണ നോക്കട്ടോ. ഷർട്ടിനുള്ളിൽ കയറിട്ടോ. പറക്കും അണ്ണാനോണ്ട് ഷർട്ടിനുള്ളിൽ കയറി. ഇതെന്താ അടിയായോ? പോര് ബാഫിയ പോര്. അള്ളാഫിയ ആ വലുതൊക്കെ വലുതേ രണ്ടെണ്ണത്തിന് നിലത്തേക്ക് തള്ളിയിട്ടാ വന്നെ. ആ ബോസ് പേരക്കുട്ടികളെയും തള്ളിയിട്ടൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒറ്റ വരവാ സ്വന്തം മക്കളെയും പേരക്കുട്ടികളൊക്കെ സൈഡിലേക്ക് തള്ളിയിട്ട്. ആ അതാണ് കുട്ടികളൊക്കെ അവനാണ്ട് നല്ലത് പറഞ്ഞു. അടിയായിട്ടോ. ശ്രദ്ധിച്ചോ ബോസിനെ. പറക്കുവണ്ണാനെ ബലം പ്രയോഗിച്ച് ഷർട്ടിനുള്ളിലേക്ക് വിടുന്ന അത് നീ കൊടുക്കട്ടോക്കെ അതൊക്കെ പേടിയാവുള്ള അതെ പറ്റടി കൂടെ ഉണ്ടോ അതെ. ട്രാവൽസ് മറ്റേ എയർപോർട്ടിൽ ചെന്നാണ്ട് സൂപ്പർ ചെക്കിംഗ് പണശോണ് ശുങ്കടി പറ്റിയാണ്. അപ്പൊ ഇതാ അടുത്തത് നമ്മൾ ഇഗ്വാനന്റെ സെഷൻക്കാണ് പോണ കേട്ടാ. ഒറിജിൻ മെക്സിക്കോ. നബീലാണ് ഇഗ്വാനന്റെ തോളിലിട്ടാണ്ട് ഇവിടെ സീനാക്കാൻ പോവാട്ടോ. പെറ്റ് സ്റ്റേഷൻ സീനാക്കാൻ പോവാണ് നബീൽ. ഇതൊന്നും പേടില്ല ഇല്ലേ? എന്നാ പിന്നെ തോളിലിട്ടോ. കൂട്ടത്തില് വലുതിനെ തന്നെ എടുത്തു. നബീലിന്റെ കണ്ണുമോറും ഒന്ന് എടുത്താ. നബീലിന്റെ കണ്ണുമോറും നബീലാണ്. നബീൽ ആ നബീലിനെതാ പുറത്തേക്ക് നടക്ക്. അല്ലാ കൂടൊക്കെ തുറന്നിട്ടാണ് പോണേ. റബ്ബേ നബീൽ ചെല്ലേ. അപ്പൊ ഇഗ്വാനനെ ഉപഹാരമായി ഏറ്റുവാങ്ങുന്നു നബീലിക്കു. അഫി പിടിച്ചട്ടത് കഴിഞ്ഞ് ഇത് ഡേഞ്ചറില്ല പാവല്ലേ. അല്ല ഹാഫി ഉപഹാരം ഏറ്റുവാങ്ങാനാണ്. എവറോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങാനായി ഹാഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നബീലിന്റെ കൈ അതിന്റെ കൈൻ്റെ ഉള്ളിൽ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഇഗ്വാനക്ക് വളരെ ഇഷ്ടപ്പെട്ടു നബീലിനെ. നഖം ഷെനുബലിനെ വിളി. അതിന്റെ നഖം സീനുണ്ടോ? അതാ അവിടെ ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പച്ചിക്ക് എന്തോ പ്രൗഡ് മൊമെന്റ് നടന്ന പോലെ കേട്ടോ. ഇന്നലെ കൈയേട്ടനെ ചാടാൻ വേണ്ടിട്ടോ. ഇതിനൊക്കെ ചാടി ഇത് പൂത്താങ്കിരി അല്ലപ്പാ അങ്ങനെ കൊട്ടി ചാടിച്ചാ. ചാടു ഇപ്പൊ കൊത്തിട്ടോ കടിച്ചുട്ടാ. ഞാനാ ഓ
അറിയ ഞാൻ അങ്ങോട്ട് പുറത്താ അല്ലല്ല ഒരു കൈ ഫ്രണ്ട് ഇവിടെ എൻ്റെ കൈൻ്റെ അടിയിൽ എൻ്റെ കയ്യിൽ താഴെ അടിപൊളി അലമ്പൊക്കെയാണേ ആടാ ഇങ്ങോട്ട് നിക്കണ പോലെ അതിൻ്റെ അടുത്ത് നിക്കല്ലേ ഇക്ക മാന്തിക്കാ ചെറിയ മാന്തി കേട്ടോ നാടകി മാന്തുണ്ട് അതിനെന്തോ പറ്റിക്കണ് നമുക്ക് പ്രശ്നമില്ലാത്ത ഒരാളെടുത്താലോ പ്രശ്നമില്ലാത്ത ആളെ വേണ്ടി ആ ഇക്കൊക്കെ വരുന്നു എൻ്റെ അടുത്തേക്ക് വരുന്നേ സി മെമ്പറുണ്ട് ആ ഇങ്ങളടുത്തൊക്കെ ആ ഇപ്പണ്ടത് കൊടുക്കല്ലേ ആ ഇതിന്റെ രോമത്തിന്റെ ഉള്ളിലേക്ക് ഒന്നും പറ്റിയിട്ടില്ല ഡോണ്ട് വറി ആ ഇപ്പാൻ അണ്ടറിൽ വേണ്ട കുട്ടികളെല്ലാം ഇപ്പാൻ അണ്ടറിൽ സേഫായി നിൽക്കലുണ്ട് ഇപ്പൊ ടീച്ചറാണ് ഇപ്പൊ കാര്യം ഇതിന്റെ ട്രിക്കേ ആ എങ്ങനെ നിങ്ങളടുത്ത് ആ എങ്ങനെ മൂപ്പരടുത്ത് അങ്ങനെ നിന്നേ അത് ഞാൻ കാണാണ്ട് വെക്കണേ നാണം പോയാലും പ്രശ്നമില്ല എനിക്ക് ജീവൻ ആ വിൽപ്പനക്ക് വായക്കെന്ന് വെച്ച പോലെ പിടിച്ചിട്ട് അതിനെ ഒച്ച ഉണ്ടാക്കരുതേ മുഹമ്മദ് റസൂലുള്ള എന്ന് ഏറ്റി ചൊല്ലുന്നു മച്ചി എടാ ഞാൻ പറയിപ്പിച്ചാ എന്റെ കയ്യിൽ അങ്ങനെ നിക്കണില്ല വാല് പിടിച്ച് നോക്കിട്ട് കാലും കൂട്ടിയാ പിടിച്ചിനെ എടുത്തളി ഒന്നും പറ്റിയില്ലല്ലോ തട്ടം കൊണ്ട് പോകുമെന്നുള്ളതാണ്. നീ എടുത്തളി മതി പലിശക്ക് നിൽക്കുന്നുണ്ട്. എനിക്കൊരു മാന്തിട്ടി ഇക്ക എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് മുൻവൈരാഗ്യണ്ടോ കണ്ടോക്കി പ്രശ്നമുണ്ടോ അല്ല അല്ല അതൊക്കെ ഇതിന് പാല് പിടിച്ചല്ലേ അടിപൊളി ഇപ്പൊ ശരിയായല്ലോ. അഭിനാസ് മലക്കൊക്കെ ഓതണേ ഞാൻ ഓതിയ കണ്ടില്ലേ. അല്ല അതിനെങ്ങനെ പിടിച്ചേക്കല്ലേ. ഇന്ന് ടിക്കറ്റ് എടുത്തോൽക്കെല്ലാം മുതലായി വേറെ ഞമ്മളും കിട്ടി ഇങ്ങനെ മൈൻസപ്പ ഇവിടെ കളിച്ചത് ഇക്ക നിങ്ങളെ അവിടുന്ന് കളിപ്പിച്ചില്ലേ അതിനെ ഇമ്മച്ചി അതിനെ ഒന്ന് കളിപ്പിച്ചില്ലേ ഇമ്മച്ചി അത് മര്യാദക്കിന്റെ കയ്യിൽ നിൽക്കുമ്പോഴേ പശുവിനെ കളിപ്പിച്ച പാവായിരിക്കണം അവിടെ പോയിട്ട് നടക്കാ വരി എന്താണ് ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ബുഷ് ബേബി കുട്ടി അത് ഇങ്ങോട്ട് വരും 5x ഇട്ടോക്ക് ഇതാണ് ബേബി കുട്ടിട്ടാ ബുഷ് ബേബി നല്ല ഉറക്കാട്ടോ ബുഷ് ബേബി പേര് ബേബിയിലേക്കും ഇങ്ങനെ വിളിച്ചിട്ടോ നാടൻകോയിനെ വിളിച്ചണ പോലെ ഇതൊക്കെ അമേരിക്കൻ ഐറ്റാണ് ഇങ്ങനെ കുളു പറഞ്ഞാൽ അതിനെന്റെ ലിപി മനസ്സിലാവില്ല ചങ്ങായി ക്രൊയേഷ്യ നല്ല ഇതിന്റെ പേരെന്താ നമ്മൾ വന്നപ്പോൾ മുതൽ നമ്മളെ കൂടെ കേട്ടാ നമ്മളെ ഫുൾ ടൈം വ്ളോഗ്സ് കാണുന്ന നമ്മളെ സ്വന്തം സബ്സ്ക്രൈബറാണ്. എന്താണ് ഞങ്ങളെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്?
നോമ്പിനിട്ടോലെ വ്ളോഗിടും. നോമ്പിനിട്ട പോലെ വ്ളോഗാണ്. എല്ലാ പ്രേക്ഷകരും അതേ നിർദ്ദേശമാണ് ബോസിനും എനിക്ക് തരാനുള്ളത്. പബ്ലിക്കിൽ തന്നെ തോന്നിട്ട് എന്നോട് ഇനി നോമ്പിനിട്ട പോലെ വ്ളോഗ് ഇടണമെന്നാണ് പറഞ്ഞത്. ഇഷ്ടമാണ് നമ്മളെ ചാനൽ? എന്തുകൊണ്ടാണ് നമ്മളെ ചാനൽ ഇഷ്ടം? എന്താണ്? എന്റർടൈൻമെന്റ് ആണ്. ചിരിച്ചിരിക്കാൻ പറ്റും. മാക്സിമത്തെ മൈ ബഡി ബാ നമുക്കൊപ്പം കാണുന്നു ബാ. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പാമ്പിനെ മുന്നേ കുടിച്ചാണ് കേട്ടോ. മുട്ടേ ഓ അവിടെ മുട്ട വെച്ചെടുത്ത മുട്ട എടുക്കാൻ പോണ്ട. ആയ അതിന്റെ പകുമൊക്കെ ദേഷ്യാവൂലേ? നബീലെ മുട്ട എടുക്കാൻ പറ്റുമല്ലോ നമുക്കോ? ആ നബീല എടുക്കും. അല്ല എടുക്കാൻ പറ്റും. അല്ല എടുത്തിട്ട് തന്നെ സീനാവൂലേ? എടുക്കണത് വേണ്ട. കരക്കൊണ്ടൊക്കെ വേണമെങ്കിൽ മുഖഭാഗത്ത് നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട്. ആകെ പറന്ന് കൊത്തും. നമ്മള് മര്യാദക്കുന്ന ഇഗ്വാനി മര്യാദ കേട്ടോ. നമ്മള് അലമ്പാക്കിയാലാണ് പ്രശ്നം. ജിംഷായ് ഇതാണ് ജിമ്മി ബേർഡ്. ജിമ്മിയുടെ ഹെയർ സ്റ്റൈൽ മേത്ത് കൊണ്ട് നടക്കുന്ന ഒരു ബേർഡാണിത്. എന്താലേ എന്തൊക്കെ തരം സൃഷ്ടികളാണ് പടച്ചോന് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. കൊത്തി അങ്ങനെ ആക്കണാണോ? ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റണത്. കൊത്തി കേളാക്കണോ? നോക്ക് ആക്കണോക്ക്. അത് സ്വന്തം ആക്കണില്ലേ? നമ്മളത് അരിപ്രാവ് ഇങ്ങനെ ആക്കുവോ? ആക്കൂല. അതിലുള്ള ആ അറിവാണ് ഇവലെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞിരുന്ന അമ്പലപ്രാവൊക്കെ താടെ. എല്ലാരും അഫിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ചുരുളമുടി ജിമ്മി അതുകൊണ്ട് അതല്ലേ ഫോട്ടോ എടുക്കേ. പശുവിനെ ഇതാരൊക്കെ രണ്ടാൾക്കാര്. പേരെന്താണ്? മറിയാം. എന്റെ പേരോ? ഇങ്ങോട്ട് പോരി. എന്റെ കൈ നോക്കി. വാ വരി കണ്ടോളി വരി വാ. ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് ഫ്രണ്ടിക്ക് വരി. രണ്ടാളും പോരി. ഇത് മാന്തൊന്നും ഉറപ്പല്ലേ? അതിന്റെ മുഖം നോക്ക്. മുഖം കാക്കേ കാക്കേ കൂടെ ഇവിടെ കൂട്ടൊക്കെ എത്ര കുഞ്ഞുണ്ട്. നബീലെ അതിനധികം നേരം അതിനെ ആരും പിടിച്ചെടുത്തണ ഇഷ്ടമല്ല ഒന്നും. അനക്ക് വീഡിയോ കാണാനും അതിനാ പിടിച്ചാൻ വയ്ക്കൂലാനും. അത് അഫീഫിന് ഇഷ്ടമാണ് ഇതിനെ. ഇത് മറ്റേ പട്ടിയാ. ഇത് അതല്ലേ ഇളിച്ചോടനെ. ഇത് മറ്റേ സാധനം. ഇതിന്റെ സൈസ് നോക്ക്. ചെറിയ ആൾട്ടോ. ബോസിനെ എപ്പോ കൊണ്ടുവരും കേട്ടോ. കറങ്ങണൊക്കെ കുടിച്ചിട്ടോ. അയ്യോ മുതലാളി പിടിച്ചല്ല. അതൊക്കെ അതൊക്കെ അയ്യോ ഇപ്പൊ കൊണ്ടുവരും അതിലിപ്പോ കൊണ്ടുവരും. പാപ്പ നിന്നാ കൈകൊട്ടെ അമ്മട മോളെ കൈകൊട്ടെ. പാപ്പ നിന്നാ കൈകൊട്ടെ അമ്മട മോളെ കൈകൊട്ടെ. പാപ്പ നിന്നാ കൈകൊട്ടെ. അതൊക്കെ ബോസ് നീ എങ്ങനെ പുറത്ത് പോയാ? എടാ നിന്നാലും നീ എങ്ങനെ പാവാണ്. അതിനെ ചൂട് കയറ്റിയാട്ടോ പോലെ എല്ലാവരും. ഇങ്ങനത്തെ ഒരു പട്ടി അപ്പൊ 1 മണിക്കൂറല്ലേ എത്രയും നേരം നടക്കാം. ഓ സാധാ തനി സ്വഭാവം കാണിച്ചു. തനി സ്വഭാവം വേർച്ചയും കയറ്റി പെരയിലിരിക്കണം അതേപോലെ തന്നെ ഇവിടെ ഇരുന്നു. ചാത്തനുറക്കം 5x ഇട്ടോക്ക്. എന്നെ 3 അഞ്ചെടുത്തോക്ക്. തനി സ്വഭാവം കാട്ടിട്ടോ. അടുക്കണ്ട ഇതെന്താ ഫോട്ടോ എടുക്കാം. നബീലിനെ എനിക്ക് വേണ്ട. പൂച്ചനെ ഞാൻ പിടിക്കല്ല. പണ്ടേ ഇഷ്ടമല്ല. അതാ പാരമ്പര്യ പൂച്ചനെ ഇഷ്ടമല്ല. ഹായ് ബ്രോ. മീനാണ് അതാണ് ഭാഗ്യം. ഒന്ന് പുറത്ത് കിടക്കാമല്ലോ. ഇതൊക്കെ സാധനം നോക്ക്. ഇതൊക്കെ പുലിപ്പൂച്ച. പുലിനെ പോലത്തെ പൂച്ചട്ടാ. ഔ തുറന്നുവിടല്ലോ. കുട്ടികളൊക്കെ ഒരു തക്കം കിട്ടാൻ കാത്തിട്ടോ. ഇല്ല പോകുന്നില്ല. അല്ലാഹുമ്മ സല്ലി. ഇത് ഡേഞ്ചർ അല്ല? സീനില്ല? നിങ്ങൾ ഭയങ്കര ഫെമിലിയറാ ലൈറ്റാളായിട്ട്. അത് എനിക്ക് തരണ്ടില്ല ഇനി. ഇതിന്റെ ഉറപ്പ് ഇത് പൂച്ചയല്ലോ.
മണ്ണോണ്ട ഞാൻ പിടിക്കണില്ല ഓനെ കൊടുത്തോളി ആ തൊലി മൊത്തം പോയി സീനാണ് ബോസ് വെക്കണത് ആ എടുത്തരാ എടുത്തോ വെച്ചോ വാ പിടിച്ചോ ഭയങ്കര പവറാട്ടോ നാടൻ പൂച്ചല്ല കേട്ടോ പേർഷ്യൻ കാറ്റും അല്ല ഊതി കഴിഞ്ഞോ വീഡിയോ മതിയോ വരി ആ കളർ മീനിലോ സീ മീൻ അല്ലേ നിശ്ചലറ്റ മീനുകളെ പോലെ നിൽക്കുന്ന മഴവിൽ മീൻ ഇതാണ് മഴവിൽ മീൻ ഓ ഇതെന്താ 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 ഈ കളർ കൊടുക്കണെന്താ ഇതിന് ഇത് ജീവനാ എന്ത് ഇതിന് ജീവൻ കേട്ടാ അതിനെ കൊണ്ടുപോയിക്കാതെ അവിടെ വെക്ക് ഇത് പെരെ കൊണ്ടാൻ പറ്റില്ല ഭയങ്കര അനുസരണം ഒന്നും ആക്കണില്ല മറ്റേ പൂച്ചേനെ ഇഷ്ടമായി ബംഗാൾ പൂച്ചയല്ലേ അത് പൂച്ചയല്ല അതിന് നല്ല സ്ട്രെങ്ത് ഉണ്ട് ശരിക്കൂല്ലേ ആ ബംഗാൾ കാറ്റിന് നല്ല സ്ട്രെങ്ത് ഇല്ലേ അത് ഇതിന് മറ്റേനും പിടിച്ചണ പോലല്ല നല്ല മേലിതുണ്ട് മറൈൻ ഫിഷിന് ഉണ്ടോ ഇതാ വരിവാ സാധാ ക്യാറ്റ് ഫിഷ് കേട്ടോ ഓ അരോവാന ബഞ്ചാർ റെഡ് അരോവാന ഒരുപാട് കാണാനുണ്ടല്ലേ ഒന്ന് ചെറിയ ഗ്ലാസ്സിലിട്ടച്ചാ ഇല്ലല്ലേ ഇത് മിനിക്കോയി ഇത് ചിനുക്കോയി മിനിക്കോയി അടിയിൽ കാട കാട ഓൾറെഡി മിനിയാണ് അതിന്റെ അടിയിൽ ഡബിൾ മിനി ആക്കി നാടൻ കോയിനൊക്കെ എന്റെ പേര് പെടക്കോയി ഈ സൈസ് ഉണ്ടാവുക ഓ അങ്ങനെ ഇതൊക്കെ ഈ സൈസ് ഉണ്ടായിരുന്നു സമ്മതിച്ചോടെ ഒപ്പം വന്നല്ലേ ആടാ ഒരു പെടക്കോ ഈ സൈസ് ഉണ്ടാവുള്ളൂല്ലോ അല്ല വലുതാവും ഇത് ചെറുതേക്കാരോ ആ വലുതാ ചെറിയ സ്പെഷ്യാലിറ്റി ഉള്ളതാണ് സ്പെഷ്യാലിറ്റി കോയി അതായിരിക്കും ഇവിടെ പാമ്പുണ്ട് കിടക്കണം എടുക്കണ്ട നല്ല രസമുണ്ട് ആടാ രസമുണ്ട് കളർഫുൾ പാമ്പ് ആ കളർ പേസ്റ്റൽ ബോൾ പൈത്തൺ ഇതാണ് വള്ളി ചുറ്റി പാമ്പ് ഇതാ നാന്റെ മേത്ത് ആ അനാന്റെ മേത്ത് അനാന്റെ ഇത് ഹനാൻ തലയിടും വേണ്ടക്കാ ഇക്ക സീനുണ്ടെങ്കിലും അത് വെച്ചനല്ല ഒന്നും കാട്ടില്ലേ അതിന് പേടിയാണ് കണ്ടിട്ട് തന്നെ എടാ പാവാണ്ട് നോക്കുക അതിന് മുഖം നോക്കിയാൽ ഓമനത്തുള്ള മുഖാണ് എനിക്കത്ര ഓമനത്തെ തോന്നുന്നില്ല ഉണ്ട് നോക്ക് വേണ്ട ഒന്നും കാട്ടില്ല അല്ല തലമോക്ക ഇപ്പത്തെ പെൺകുട്ടിക്ക് ധൈര്യമാണ് ഇവിടെ നിന്ന് കൊടുക്കും അല്ലല്ല ഞാൻ പിടിക്കുവാണെങ്കിൽ ഇങ്ങനെ എങ്ങനെ പിടിക്കണ്ടേ എടാ അതിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണ പോലെ തോന്നുന്നുണ്ടോ ഇതാ സുഖട്ടിക്ക ഒരു അജോത് എടുത്തരോ ഇങ്ങോട്ട് മുന്നിലേക്ക്
ഇക്ക റിട്ടേൺ വരുന്നേ ഓ അയ്യോ ഇതൊക്കെ 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 കുട്ടികൾ കേട്ടോ എലി പ്രസവിച്ച് ക്ഷീണിച്ചിരിക്കണമെന്ന് തോന്നുന്നു. സിറിയൻ ഹാംസ്റ്റർ ഉമ്മറുട്ടി. ഇതാണ് ഉമ്മറുട്ടി. ഉമ്മറുട്ടി വൈകുന്നേരം മണിക്കൊക്കെ സീരിയൻ മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാം കേട്ടോ. ഇതൊക്കെ ഉറങ്ങാം. സാറില്ല ഇത് വായിക്കണം കുത്തി വെച്ചിട്ട് സ്വയം അടിച്ചാ അതുപോലെ സ്വയം ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അടിച്ചു. നിന്ന നെപ്പിന് മൂടി രണ്ടായി പിളർന്നു പോയെങ്കിലോ. ഹായ് ഗായ്സ്. ഗിനിപ്പിഗ് മൊയൽ കേട്ടോ. മൊയല് ഇത് വെടിമൊയൽ, അത് മടമൊയൽ, തൊപ്പമൊയൽ, പരമൊയൽ. 20 മണിക്കൂർ ഉറങ്ങുക മുത്ത ഇന്റെ പോലത്തെ ജീവി. ഞാനോ ഞാൻ വളർത്താൻ ഇങ്ങനത്തെ ഒരു ജീവിനെ വളർത്തുള്ളൂ. എന്താ പറയാറോ 20 മണിക്കൂർ ഡെയിലി ഉറങ്ങും. 20 മണിക്കൂറോ? ഉറങ്ങിക്കോട്ടെ. അതെ ഉറങ്ങിക്കോട്ടേക്കാ. ചേച്ചി ചേച്ചിയെ മാറുന്നോളി. ഞാൻ പിടിക്കാം. അടി താങ്ങാൻ പിടി നോക്കി സഞ്ചോ. അടി താങ്ങി കൊടുക്കാം. നൈസ് എക്സ്പീരിയൻസ്. അതെന്താ ജബറു ജറബു ഇതൊക്കെ ആസിബേ. ഉച്ചമയക്കാവാം. ഹൈ ആരടാ ആരടാ ആരാ ആരാ ആരാ. ഇതിന്റെ പാലത് രാത്രി ആക്റ്റീവ് ആവും. അല്ല എടുക്കണമെന്നില്ല. അയ്യോ സിംഹവാലൻ കുരങ്ങും എലിയും തമ്മിലുള്ള കൊളാബറേഷനിൽ ഉണ്ടായതാണ്. മൂന്നെണ്ണം കങ്കാരുന്റെ കാലാണ്. എന്താ സംഭവിച്ചാവോ? ഇത് സീൻ മെമ്പറാ. അയ്യോ മറ്റേ തോന്നില്ലേ മറ്റേ ഇത് ഗപ്പി കരയാമ. ആളില്ല. ആളിതാ ഇവിടെ. അയ്യോ അല്ലോ അല്ലോ വേണ്ട എടുക്കണ്ട മറ്റേ ആയിട്ടൊക്കെ ബുദ്ധിമുട്ടാവും ആയിട്ടൊക്കെ. അഥവാ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവർ ഇറങ്ങിക്കോട്ടെ. അവരുടെ ലോകം അവരുടെ സന്തോഷം. ഒരു പല്ലിയൊക്കെ ഈ സൈസിൽ പരിക്ക് വരണല്ലോ ജോഗ് പോയല്ലേ. ഞാനൊക്കെ പെരട്ട് പോയും പല്ലിക്ക് പെരടുക്കും. ഒരു താറാവ് അത് നമ്മൾ കണ്ടു. മക്കളെ സ്വന്തം വർഗ്ഗക്കാരെ കണ്ടപ്പോൾ സ്നേഹം കണ്ടോ? വർഗ സ്നേഹം കണ്ടോ? ഇതെന്താ നബീലിന് മൂട് വന്തി കൊടുത്തു. എന്താ സീൻ? എന്താ ഇതെന്താ? യാ റബ്ബേ. അല്ല വാണ്ടിക്ക നിങ്ങളെ സപ്പോർട്ട് ഭയങ്കര ക്രൗഡ് സപ്പോർട്ടാ. നിങ്ങളാദ്യം കയറി ഇക്ക കയ്യിൽ നിന്നോ അല്ല ഞാൻ അങ്ങോട്ട് ഭയങ്കര ഫാസ്റ്റ് ഇട്ടീറ്റാ. മീൻ തീറ്റുന്ന പോലെ അല്ല കേട്ടോ. അത്ര സോഫ്റ്റ് അല്ല.
മരം മാറി പക്ഷിയാ അല്ല ആളൊന്ന് കാട്ടാദ്യം ഇവിടെ കുറെ ആളുണ്ട് ഡോർ ക്ലോസ് ചെയ്താൽ എന്താ ഞാൻ ഇവിടെ അസീബ് കണ്ട് കയറി ഇനി ഗ്ലാസിന്റെ അവിടെ ഫ്രെയിം വെച്ചോക്ക് ഫുൾ ആൾക്കാർ ഇന്നെ കണ്ടിക്കണേ കയ്യിലൊന്നുമില്ല പെട്ടെന്ന് എടുത്തിട്ട് പോവാറ് പ്രശ്നമില്ല. ഓ റബ്ബേ അടുത്ത ഞാൻ ഭയങ്കര ഫെമിലിയർ ആവും ബ്രേറ്റ് ഓക്കെ ഫെമിലിയർ ആവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അങ്ങനെ പറഞ്ഞു ഇവിടെ നെറ്റ് പോയില്ലേ ഇതെന്താ ഞാനിവിടുത്തെ ജന്തു ആണ്ടോക്ക് ഫുള്ള ആൾട്ടാ ആളൂടിട്ടോ അവിടെ നോക്കി ഇറങ്ങട്ടെ ഇറങ്ങല്ലേ ആ എന്നാ കേറിക്കോ ഞാനും കേട്ടോ എന്ത് വെള്ളമായത് ഇല്ലടാ ഇമ്മച്ചിന്റെ അഫിന്റെ മേത്താട്ടോ നീ ആയിക്കളൊക്കെ പുറത്തുണ്ടല്ലേ മണ്ണിനെ പുറത്ത് തീറ്റിട്ടു മണ്ണിലിട്ടു ഫ്രീ ആയിട്ട് വരണ്ടേ വരണ്ട തോന്നില്ല ഇപ്പൊ പരിചയമില്ല ഇനി നല്ല വരും അത് മനസ്സിലായി നല്ല സ്വഭാവ അസിബേ പോര് പോവാ അപ്പൊ ഗൈസ് നമ്മൾ പെറ്റ് സ്റ്റേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ബീച്ചിൽ ഇറങ്ങാൻ നടക്കൂല. അർബാനിയ അങ്ങോട്ട് എടുക്കാൻ പറയാ. ആ വണ്ടി എടുക്കാൻ പറയാ. ആ ഓ മുത്ത എന്താ 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 പരിപാടി എങ്ങോട്ടാ പോണേ? ഞാനല്ലട്ടാ ഇപ്പളേ പറയാ. കുതിരശക്തി എന്ന് കേട്ടിട്ടുള്ളൂ. താങ്ങൂല. ലൈറ്റ് ആണ് പാപ്പാ. സെക്കൻഡ് അതിന്റെ 2 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് എടുക്കാം. ആ അസീബോട് അസീബ് കുട്ട ഓ ഇതിന്റെ പേരെന്താ? ടോർക്ക്. ഓ റബ്ബിൽ ആലമീനായ നാദ. അല്ല പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ ചിലപ്പോൾ അതിന് പരിചയമില്ലാത്ത ആളെ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാക്കിന്ന് വരും. ആടാ അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പുറത്തൊന്നും കയറൂല. എന്തത് പുറത്ത് കയറാനി? കയറത് തിന്നണ ബോസ്. ഇക്ക കയറ് വേണം തോന്നുന്നു. എന്നാ കയറ് തിന്നു എന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ ഉള്ള പോലെ ഭാവിക്കണ്ട. വേണ്ട മുത്തേ ഇപ്പൊ നിങ്ങളൊന്നല്ല നമുക്ക് ഇത്ര ക്ലോസ് ആയി നിൽക്കാൻ. അയ്യോ കയറല്ല കടി കേട്ടോ ബോസ്. ഇതിന് ഓണറുടെ ഇക്ക ഇക്ക ഇക്ക
ഇക്ക പിടിച്ചോളി കുട്ടികളൊക്കെ മാറി ഓടിക്കോളി മക്കളെ. മോളെ ഇങ്ങോട്ട് എന്താണ്? അസ്സലാമലൈക്കും. എന്താ വിശേഷം? സുഖം. അല്ല ആഴ്ചയിൽ ഭയങ്കര ഫാൻ, പക്ഷെ ഇവിടെ നാട്ടില്ല. കുട്ടികളല്ലേ, ചെറിയ കുട്ടികളല്ലേ? ആ ഹായ്. സൗണ്ട് ഉണ്ടാക്കല്ലേ. ഹായ് ഹായ് ഹായ്. ഈച്ചു ലക്ഷദ്വീപ്. ഞാനില്ല, ഓലൊക്കെ വീട്ടിൽ പോയടാ. എല്ലാരും ഇപ്പൊ എടുക്കാം. നിങ്ങൾ എല്ലാവരും നിൽക്കോ, ഞാൻ എടുത്തുതരാം. എല്ലാവരും ഇവിടെ നിന്നോളൂ. എല്ലാവരും നിന്നോളൂ. കുട്ടികളെല്ലാവരും നിന്നോളൂ. ഓക്കെ ശരിട്ടാ. ശരി. ബൈ ബൈ. അഫിനെ കൊണ്ടുവരാം. ദാഫി അതാ കുതിരനെ പിടിച്ചിക്കണ്. ഇവനെ ഇവിടെ നിന്ന് ഇത്ര ധൈര്യം. കുട്ടികളെ മാറിന്നോളി. ഇന്റെ പഹള എനിക്ക് തന്നെ പേടില്ല. കുട്ടികൾ ഓർഡർ കുട്ടികളെ ഫോട്ടോ എടുക്കാം. വരി ഫോണ്. ഓക്കെ ഹസീബേ, ഞാൻ എന്നെ ധൈര്യത്തിന് ആരെങ്കിലും കിട്ടുമോ? അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ എൻ്റെ കൈ ഒന്ന് പിടിച്ചാണ്ട് എടുക്കണോ? എന്താണ് സുന്ദരിന്റെ പേര്? ദുവ. നമ്മളെ നേരത്തെ പരിചയപ്പെട്ടല്ല ദുവനെ. ഓക്കെ കൂട്ടിക്കെട്ടില്ല. ഒരു ഫോട്ടോ എടുക്കണം. ഇക്ക ഒരു ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കാം. വരി. എടുത്തു. ഞാൻ കൊണ്ടുപോകില്ല, ഇനി കൊണ്ട് പോകും. നബീല അങ്ങോട്ട് കൊണ്ടുപോകണല്ലേ? ഇത് ഞാൻ കൊണ്ടുപോകണല്ല. ഇമ്മച്ചി വേണ്ട. ഇതല്ല കേട്ടോ, പശു അല്ല കേട്ടോ, അമ്മണി പശു അല്ലേ? അജോതെ ഡിസ്കോ. അജോതെ വേണ്ട. എങ്ങനാ അല്ല മോള് കയറണമെന്നില്ല. നമുക്ക് അവിടെ നിന്ന് എല്ലാവർക്കും ഒരു ഫോട്ടോ. ബോസ് നിൽക്കൂല, ആൾക്കാരെ നീട്ടുകയും ചെയ്യാം. ആ ഓക്കെ അത് മതി. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നിൽക്കോ ബോസ് അവിടെ? ക്രൗഡ് കൂടുമ്പോൾ അലമ്പാവൂലേ? അല്ലാ. അവിടെ നിന്നാലും മതി. ഇവിടെ നിന്നാലും മതി. പരിപാടി ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കാണാമെന്ന്. എടാ ഹാഫി നിക്ക് സെൽമ എടുത്തെടുത്തോ. ഹാഫി അപ്പുറത്തേക്ക് നിക്ക്. തമ്മിൽ എടുക്കാനാ? തിന്നാൻ കൊടുത്താൽ മതി. അപ്പൊ നിൽക്കുന്നുണ്ട് ബോസ്. ഹാഫി ചിരിച്ചിരുന്നോ? കിട്ടിയാ? ഒരു ഷോർട്സ് എടുത്ത് തരാം നോക്കട്ടെ. ഇങ്ങനെ എടുത്തോക്ക്. ഹാഫി എടുത്തിക്കുന്നോ? സീനില്ല, ഇണങ്ങിക്കണ്. 2012 മോഡൽ വണ്ടി കൊടുക്കാണ്ട്. ഫസ്റ്റ് ഓണറാണ്. കയറ് കിട്ടുമ്പോ സീനില്ല. കയറ് കിട്ടുമ്പോ ശ്രദ്ധ കയറുമ്പലാണ് ബോസിന്റെ. ഞാൻ മാറി നിന്നിട്ട് കയറിക്കോ. ഓണറോടെ ഇക്ക. ആ മുത്തേ
എന്നാ കുടിച്ചോ. അപ്പോൾ നമ്മളിന്ന് ഫുള്ള് പെറ്റ് സ്റ്റേഷൻ ചുറ്റി കറങ്ങി കാണിച്ചു തന്നത് ഈ ഒരാളാണ് കേട്ടോ. ഒരുപാട് താങ്ക്സ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ജന്തുക്കൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ്. മീനിനെ തൊട്ട് എനിക്ക് പേടിയാണ്. ഞാൻ അങ്ങനെ വല്ലാതെ എടുക്കാൻ നിൽക്കില്ല. പക്ഷെ ഇന്ന് ഓരോന്നും വളരെ സ്വീറ്റായിട്ട് ജെൻറലായിട്ട് നമ്മളെ അടുത്ത് കൊണ്ടുവന്ന് തന്ന് നമ്മളെ അത്രയും നമ്മളെ കെയർ ചെയ്തുകൊണ്ടാണ് ജന്തുക്കളെയും അതേപോലെ ആ പെറ്റ്സിനെയും നമ്മളെ ഒരേപോലെ കെയർ ചെയ്തിട്ടാണ് ബോസ് ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ട്. ഒരുപാട് എൻ്റെ പേര് മുനീർക്ക. അപ്പം ഇൻഷാല്ലാ നിങ്ങൾ പെറ്റ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എന്തായാലും ഈ കാരനോട് വരിക, സലാം പറയാം. അപ്പം ദാബിക്ക് വരുമ്പോൾ ഇൻഷാല്ലാ എന്തായാലും കാണാം. അടിച്ച് നമ്മൾ ഫ്രീ ആയി വരണം. ഇന്ന് ഫുള്ള് ആൾക്കാരും ഇതൊക്കെ ആയിപ്പോ ഇൻഷാല്ലാ. അപ്പോൾ നമ്മളെ ചെക്കന്മാരവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാട്ടോ. അത് കാണിച്ചു കൊടുത്താൽ ഇവരൊക്കെ നമ്മളിപ്പോൾ A to Z അവസാനം വരെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അതേപോലെ കുതിരനെ സെറ്റ് ചെയ്തൊന്ന് ചെക്കനും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിരിയാണ് ഇൻഷാല്ലാ. പിന്നെ പോയിട്ട് കാണാം. ഷോൾഡർ എടുത്തിട്ടില്ലല്ലോ. ഗൈസ് ബൈ 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 ഇൻഷാല്ലാ. ബൈ 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 ബൈ. ഓ വീഡിയോയിൽ ഇടാം കേട്ടോ. വാലേക്കും അസ്സലാം വാലേക്കും അസ്സലാം വാലേക്കും അസ്സലാം. ഓക്കെ മുത്തേനെ വണ്ടി ബ്ലോക്ക് ആവട്ടെ. എടുത്തോളി. ഓക്കെ ഓക്കെ കാരണം ഓക്കെ 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 ഓക്കെ. കഴിച്ചോ ഷാനു കഴിച്ചോ? എന്തോ ഒരു എരിവുള്ള സാധനമാണല്ലോ. അല്ലല്ല എരിവില്ല. നൈസ്. സലാം ബ്രോ സലാം സലാം സലാം. വണ്ടി ബ്ലോക്ക് കാണാം. ഒക്കെ നമ്മളെ കുട്ടികളാട്ടാ. ബൈ ബൈ പോയരേട്ടാ. ഷാനോ ആ ഓലെന്താ ബിഗ് ബിയില് സുമേദ് ആസിബെ അത് വരുന്നേ. ബിഗ് ബിയില് ബിലാല് വരുന്ന പോലെ വരുന്നത് തട്ടപ്പച്ചി. ബിഗ് ബിയില് ബിലാല് വരുന്ന പോലെ പേരുണ്ട് ഒരു ടീം കേട്ടോ. അയ്യോ ഒന്ന് പോസ് ചെയ്യോ. എന്നാ പുറത്തു ഫാമിലി ഫോട്ടോ എടുത്തോട്ടെ. ഫാത്തിമ ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ച നീയാണ് കണ്ണടച്ച നീയാണ് ഫാത്തിമ ഫാത്തിമ
അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ എൻജോയ് ചെയ്ത ദിവസമായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയത്. നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. പെറ്റ് സ്റ്റേഷനിൽ പോയി, അതുപോലെ ഫാത്തിമാൻ്റെ കല്യാണത്തിനും പോയി. അപ്പം നമ്മളെ അങ്ങ് മുതൽ ഇങ്ങ് വരെ നമുക്ക് ഒരു ക്ഷീണവും ഇല്ലാതെ വളരെ സുഖമായി യാത്രാ സുഖത്തോടെ, അതായത് ഒരു ടൂറിസ്റ്റ് ബസ് പോണ പോലെയല്ല, ഒരു ട്രാവലറിൽ പോണ എടുക്കല്ല, ഒരു സംഭവം അല്ലാതെ വളരെ നല്ല യാത്രാ സുഖത്തോടെ കാല് നീട്ടിയിരുന്നിട്ട്, എന്താ സെമി സ്ലീപ്പർ, അതിനെന്താ പറയുക, സെമി സ്ലീപ്പർ സെറ്റപ്പിൽ AC കൊണ്ട് ഇവിടെ എത്തിച്ചത് സ്മാർട്ട് ടാക്സിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഷാനു? അടിപൊളിയാണ്. ഷാനു കണ്ണൂരിൽ തന്നെ കടന്നു കാല് നീട്ടിട്ട് മുഹമ്മദ് ഖാന്റെ മകൻ. അപ്പം വളരെ അവിടെ തൊട്ട് ഇവിടം വരെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. ആഴ്ചമാത്തെ കണ്ടല്ലോ, കണ്ണൂരിൽ നിന്ന് കടന്നു തുടങ്ങിയ ആൾക്കാരാണ് ഇമ്മച്ചി ആഴ്ചമാത്ത അപ്പച്ചേ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി? എന്ത് സുഖം, നല്ല ഉഷാർ, ഒരു ക്ഷീണോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമ്മളെ പെരയില് ബൈക്ക് വീക്കണ പോലത്തെ വണ്ടിയോ ഗ്രിപ്പും ഉണ്ട് എന്നാണ് പറഞ്ഞത് ആഴ്ചമാത്ത. എങ്ങനെ വണ്ടി ഇപ്പൊ? ശുഭയാത്ര, സുരക്ഷിത യാത്ര, നല്ല ഡ്രൈവിങ്, ഒരു അതാണ്. ആദ്യമായിട്ടാണ് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഗംഫത്ത് യാത്ര നമ്മൾ നടത്തുന്നത്. ഇത് വണ്ടി മേഡ് ക്വാളിറ്റിയിലെ വണ്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിനി ഇൻഷാ അല്ലാ നമ്മുടെ സ്കൂളിന്റെ യാത്രക്കൊക്കെ ഇവരെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പൊ സൽമാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ 2 വാക്ക് പറഞ്ഞതിന് മുമ്പ് സല്യൂട്ട്. അടിപൊളി. അഫി കിടിലൻ, സൂപ്പർ. ആഷിക അടിപൊളി. ആഷിക ഇഷ്ടപ്പെട്ടു. ആഷിക ഒരു സൗണ്ട് ചേർന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു? പരിപാടി ഡീൽ ചെയ്യണ ആ സാധനം ഒക്കെ പറയണ്ടായിട്ട്. അപ്പൊ വളരെ സന്തോഷകരമായി നമ്മള് അപ്പ് ആൻഡ് ഡൗണ് പോയി വന്നിട്ടാ. നബീൽ ഇതാ വാഴക്കാടിന്റെ സ്വന്തം നബീൽ. അടിപൊളി. അതേപോലെ വളരെ സേഫ് ആയിട്ടുള്ള ഡ്രൈവിങ്ങിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശ്രദ്ധിച്ചാണ് മൂപ്പര് കൊടുന്നേട്ടാ. എനിക്ക് മൂപ്പരെ പേഴ്സണലി ഇഷ്ടമുള്ള മനുഷ്യനാണ് കേട്ടോ. നമ്മളെ ഡീലറുണ്ട് ഇവിടെ. ബോസ് എന്തൊക്കെയാണ് പറയാനുള്ളത്? നമുക്കുള്ള വേറെ സർവീസുകളോടുള്ള യാത്ര വളരെ സന്തോഷം. ഇൻഷാ അല്ലാ നമ്മൾ എല്ലാ സർവീസും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് കോഴിക്കോടാണെങ്കിൽ ഇപ്പോൾ എയർപോർട്ട് ഡ്രോപ്പ്, പിക്കപ്പ് എല്ലാം കേരളത്തിലെ ഒരുവിധം സ്ഥലത്തൊക്കെ നമ്മളെ സർവീസ് ഉണ്ട്. കോഴിക്കോട് എക്സ്പെഷ്യലി നമ്മളെ ഹെഡ് ഓഫീസ് വരുന്നത് കോഴിക്കോടാണ്. അപ്പോൾ അവിടുന്ന് എല്ലാ സർവീസും, അതായത് സ്മാർട്ട് ടാക്സിയിൽ നമ്മൾ മെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ടൂർ ഓപ്പറേറ്റേഴ്സാണ്. പിന്നെ പുറത്തുനിന്നുള്ളവർക്കും പിന്നെ വിദേശികൾക്കും എല്ലാ ടൂറും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ അതിന്റെ 17 സീറ്റുണ്ട്. പിന്നെ കാറുകളുണ്ട്, ഇന്നോവ ഉണ്ട്, ചെറിയ സഡാൻ ടൈപ്പിലുള്ള വണ്ടികളുണ്ട്, എല്ലാ ടൈപ്പും. എന്തിനും ഏതിനും സ്മാർട്ട് ടാക്സി. ഇമ്മച്ചൊക്കെ ഗൂഗിളിൽ സ്കാൻ ചെയ്ത് ഗൂഗിൾ പേയിലെ സ്കാൻ ചെയ്ത് അല്ല ഗൂഗിളിൽ സ്കാൻ ചെയ്ത് റിവ്യൂ ഇടുന്നുണ്ട് കേട്ടോ. സ്മാർട്ട് ടാക്സി 98 95 053 565. ഓർമ്മ ഉണ്ടായില്ല.
അള്ളതാരൊക്കെയാണ് അടച്ചാനെ. ഹലോ, എന്തൊക്കെ കയ്യിലെടുത്തിന് ഇനി വണ്ടിന്ന് തിന്നാൻ തോന്നണ്ട. ഈ വണ്ടി കയറി ഇരുന്നിട്ട് എടുത്തതൊന്നും ഓർമ്മയില്ല. കൊറേ സാധനങ്ങൾ പെരേക്ക് എടുത്തിട്ടാ വാങ്ങിനി. അപ്പൊ എന്തായാലും തേനീച്ച കേട്ടോ, പൈനാപ്പിൾ തിന്നാണ്ട് ഇവരൊക്കെ പൈനാപ്പിൾ തിന്നാണ്ട് തേനീച്ച വരുന്നുണ്ട് കേട്ടോ. ഇവ പിടിച്ച. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ ഒരു വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു നമ്മളെ 2 പെറ്റ് സ്റ്റേഷൻ വ്ളോഗും ഈ സംഭവങ്ങളൊക്കെ, ടൂർ പോയതും ട്രാവലും സംഭവങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പ് എന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക. എങ്ങോട്ടാണ് നമ്മൾ ട്രിപ്പ് പോകേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക. അതുപോലെ സ്മാർട്ട് ടാക്സി നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളെ ഫാമിലി ട്രിപ്സിനും കാര്യങ്ങളൊക്കെ അങ്ങ് യൂസ് ചെയ്യാൻ മസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. പോകുമ്പോ 5 രൂപ ലൈസ് വാങ്ങി കൊടുക്കും. ഒരു ലൈമും. അപ്പൊ വ്ളോഗ് ഇഷ്ടമായിക്കണേ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ.